ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 311. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 7 അനുവാദം 3 സൂക്തം 28. ഇതിൽ ദേവതയായിട്ട് പറയുന്നത് ദർഭയാണ്, ദർഭപ്പുല്ല് എന്ന് പറയും. അത് അറിയാതെ കേൾക്കാത്തവരില്ല. കാരണം അതിന് ഔഷധ മൂല്യമുണ്ട്. സാധാരണ നിലയിൽ പൂജക്കെല്ലാം ആ നിലയിലാണ് അതിനെ കാണൽ, അത്തരം ആവശ്യങ്ങൾക്കെല്ലാം. പക്ഷേ ഇതിന് മരുന്നിൻ്റെ ഔഷധ ഗുണമുണ്ട്. സാധാരണ ഉപയോഗിക്കുന്നത് ഇത് മഞ്ഞക്കമല, ജോണ്ടിസ് എന്നെല്ലാം പറയുന്ന ഔഷധത്തിലാണ്, അതിന് ഉള്ളതായിട്ടാണ്. അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ മുറിവെല്ലുണ്ടാകുമ്പോൾ, ചെറിയ മുറിവെല്ലാണെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ടെല്ലാം ഉപയോഗിക്കുന്നു. പിന്നെ പ്രമേഹം പോലെയുള്ള മറ്റുള്ള രോഗങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് മാത്രം ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതുമാതിരി വിഷം, കരളിലെല്ലാം വിഷത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നീക്കാനെല്ലാം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഈ മഞ്ഞക്കമല, ജോണ്ടിസ് എല്ലാം പകരുന്ന രോഗങ്ങളാണെന്നറിയാം. സെപ്റ്റിക് ആകുന്നതെല്ലാം ചില മൈക്രോ ബയോളജിയായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുക്കളാണ്. അപ്പോൾ ബാക്ടീരിയ പോലെയുള്ള അല്ലെങ്കിൽ വൈറസുകൾ, ഇങ്ങനത്തെ എല്ലാം ഉള്ള രോഗങ്ങളുമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുമ്പോൾ അവയെ നശിപ്പിക്കുന്ന മരുന്നുകളാണ്. അതായത് അവയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം സ്കിന്നിലുള്ള അസുഖങ്ങൾ, ഫംഗസ് ഇൻഫെക്ഷൻ എല്ലാം ഉണ്ടെങ്കിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനെ നശിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ മരുന്നിൻ്റെ ഉപയോഗം വരുന്നത്. ദർഭക്ക് അതിനുള്ള കഴിവുണ്ട്, അതിലുള്ള വസ്തുക്കൾക്ക്. ആ തരത്തിൽ അത് ഇപ്പം ഹൃദ്രോഗം എന്നെല്ലാം അല്ല, ഇത് പ്രഷർ എന്നെല്ലാം പറയുമ്പോൾ അതിന് വൈറസുകളായിട്ടൊന്നും ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ രോഗങ്ങളെ പറ്റി പറയാതെ ഞാനിങ്ങനെ പകർച്ചവ്യാധികളുമായുള്ള ഇപ്പം മഞ്ഞക്കമലയെല്ലാം പകരുന്നതാണ്, ജോണ്ടിസ് എല്ലാം പകരുന്നതാണ്. അപ്പോൾ അത്തരമുള്ള രോഗാണുക്കൾ പരത്തുന്നതിന് എതിർക്കാൻ പറ്റി കഴിവുള്ള മരുന്നുകളെയാണ്, അതിൽപ്പെടുന്ന ഒരു ഔഷധമാണ് ദർഭ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ മന്ത്രത്തിലേക്ക് കടക്കുക. കാരണം അത് രോഗാണുക്കളെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ കഴിവുള്ള ഒരു മരുന്നാണ്, ആ വിഭാഗത്തിൽ പെട്ടതാണ്. അപ്പോൾ നമുക്ക് ആ മന്ത്രത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം. അഥർവവേദം കാണ്ഡം 7 അനുവാദം 3 സൂക്തം 28. ഋഷി മേധാതിഥി ദേവത വേദം ഛന്ദസ് തൃഷ്ടുപ്പ്. വേദഃ സ്വസ്മിതർദ്രഘണ സ്വസ്തി പരശുർവേദി പരശുർന സ്വസ്തി ഹവിഷ്കൃതോ യജ്ഞിയ യജ്ഞകാമാസ്തേ ദേവാസോ യജ്ഞമിമം ജൂഷന്താം. ഭാവാർത്ഥം: ഒരു പിടി ദർഭ നമുക്ക് മംഗളമേകും. മരങ്ങളെയും വൃക്ഷങ്ങളെയും കീറിമുറിക്കുന്ന കോടാലിയും അരിവാളും മംഗളം തരുന്നു. ഈ ഹവിസ് അത് ചെയ്യുന്നവന് സഹായകരമായിട്ട് തീരണേ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് ആയുർവേദവും ചികിത്സയായിട്ട് ബന്ധപ്പെട്ട നിലയിലാണ് ഇവിടെ ദർഭയെ പറ്റി പറയുന്നത്. അല്ലാതെ പൂജക്ക് ഉപയോഗിക്കുന്ന തരത്തിലൊന്നുമല്ല. ഇത് ആയുർവേദ ചികിത്സ, മരുന്ന് എന്ന രൂപത്തിൽ. അപ്പോൾ ഒരു പിടി ദർഭ നമുക്ക് മംഗളമേകും. അതിന് മംഗളമേകാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു പിടി ദർഭയിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ നമ്മളെ രോഗത്തിന്, ചികിത്സക്ക് എല്ലാം ഉപയോഗിക്കാം. ആയുർവേദത്തിൽ വരുമ്പോൾ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണ് പറയേണ്ടത്, അല്ലാതെ വേറെ നിലയിലൊന്നും അതിനെ കാണേണ്ട കാര്യമില്ല. എന്നിട്ട് തുടർന്നൊരു ഉദാഹരണ സഹിതമാണ് അത് പറയുന്നത്. മരങ്ങളെയും വൃക്ഷങ്ങളെയും കീറിമുറിക്കുന്ന കോടാലിയും അരിവാളും മംഗളം നൽകുന്നു. മരങ്ങളെയും വൃക്ഷങ്ങളെയും, അതായത് വേണ്ടാത്ത മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം നമുക്ക് ദ്രോഹമായി തീരുന്ന, ആവശ്യമില്ലാത്ത
മരുന്നുകളെയും വൃക്ഷങ്ങളെയും എല്ലാം ആവശ്യമില്ലാത്തതിനെയെല്ലാം വെട്ടിമാറ്റാൻ. അതാണ് കോടാലിയും അരിവാളും നമുക്ക് മംഗളം ഏൽക്കുന്നു. കോടാലിയും അരിവാളുമെല്ലാം വേണ്ടാത്ത വസ്തുക്കളെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്, മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള മരുന്നാണ് ദർഭ എന്ന് പറയുമ്പോൾ. വേണ്ടാത്ത വസ്തുക്കൾ, ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കളെല്ലാം നമ്മളെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ടുള്ള കഴിവ് ഇതിനുണ്ട്. അതാണ് വിഷം നമ്മളെ ശരീരത്തിൽ, കിഡ്നിയിലും മറ്റുമെല്ലാം വിഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അംശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ശരീരത്തിലുള്ള ഇത്തരം ചില വിഷങ്ങളെയെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ എല്ലാം എടുത്ത് കളയുക നമ്മളെ ശരീരത്തിൽ വേണ്ടാത്ത വസ്തുക്കളെ. അപ്പോൾ വിഷരൂപത്തിലുള്ള വസ്തുക്കളാകാം, അതേപോലെ ബാക്ടീരിയ കാര്യങ്ങൾ. ഇപ്പോൾ ഈ രോഗാണുക്കൾ വരുത്തുന്ന രോഗങ്ങളെല്ലാമാണല്ലോ ഏത് മഞ്ഞ കമല, അതായത് ജോണ്ടിസ് മാതിരിയുള്ള അസുഖങ്ങൾ. അതുമാതിരി കയ്യിൽ മുറിഞ്ഞാൽ എന്തെങ്കിലും അതും ഇതുമല്ല ശരീരത്തിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള മരുന്നുകളെല്ലാം വെക്കുന്നത്. ആ നിലയിൽ നമുക്ക് ദർഭയെ ഉപയോഗിക്കാം. അതേപോലെ വേണ്ടാതേനെ അടിച്ചു മാറ്റുക, മരങ്ങളെല്ലാം വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ വേണ്ടാതെ. ഇപ്പം നമ്മളെ ശരീരത്തിൽ പ്രമേഹം തന്നെ വേണ്ടാത്ത ഒരു വസ്തുവാണ്. പഞ്ചസാര ശരീരത്തിലെ രക്തത്തിൽ അധികമാകുമ്പോഴാണിത് വിഷസമാനമായിട്ട് മാറുന്നത്. അപ്പോൾ അതിനെയെല്ലാം എടുത്ത് കളയാൻ. അങ്ങനെ ശരീരത്തിന് ആവശ്യമില്ലാതെ, അത് ബാക്ടീരിയ മാതിരിയുള്ളാകാം, വിഷം മാതിരിയുള്ള വസ്തുക്കളാകാം, വേണ്ടാത്ത വസ്തുക്കളാകാം, അതിനെയെല്ലാം എടുത്ത് കളയാനുള്ള തരത്തിലുള്ള ഒരു മരുന്നാണ് ദർഭയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള രോഗങ്ങൾക്ക് ഈ മരുന്ന് ഒരു പിടി ദർഭ നമുക്ക് മംഗളമേകും എന്ന് പറയുകയാണ്. ഈ ഹവിസ് അത് നമുക്ക് ഉപയോഗിക്കുന്നവന് സഹായകരമായി തീരുന്നു. ഈ ഹവിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർപ്പിക്കുന്ന സാധനമാണ്. എന്തോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആവശ്യത്തിനും ഉപയോഗിക്കുന്ന വസ്തുവിനാണ് ഹവിസ് എന്ന് പറയുന്നത്. ഇപ്പം ശരീരത്തിൽ രോഗമുണ്ടാകുമ്പോൾ ഈ ഹവിസ് നമ്മളെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതാണ്. അതും ഹവിസ് തന്നെയാണ്. ആ ഏത് രൂപത്തിൽ, ഇവിടെ രോഗങ്ങളാണെങ്കിലും മരുന്ന് രൂപത്തിൽ നമ്മളെ ഉള്ളിലേക്ക് കൊടുക്കുക. ഈ നൽകുന്ന മരുന്ന് അത് നമുക്ക് സഹായകരമായിട്ട് തീരും. ഇല്ലെങ്കിൽ ഡോക്ടർമാർ അത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി തീരും? രോഗിക്ക് സഹായകരമായിട്ട് തീരും. അതായത് അവൻ്റെ ഉള്ളിലുള്ള വിഷാംശങ്ങളെല്ലാം നീക്കാൻ വേണ്ടിയിട്ട്, സ്കിന്നിലുള്ള വിഷാംശം, ഇലയിലെ ഫംഗസ് ഇൻഫെക്ഷൻ മാതിരിയുള്ളത്, അല്ലെങ്കിൽ എല്ലാ ഫംഗസും ഒന്നും അല്ലേ, അതിന് പറ്റുന്നതിനെ പറ്റുള്ളൂ. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത് ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നല്ല. അതുപോലെ തന്നെ മഞ്ഞക്കമാലമാരിയുള്ള, അതായത് ജോണ്ടിസ് മാതിരിയുള്ള രോഗങ്ങൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന, കാരണം അവയെല്ലാം മാറ്റാൻ കഴിവുള്ള ഒരു വസ്തുവാണ്. അതേപോലെ തന്നെ പ്രമേഹത്തിനും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ദർഭ എന്ന മരുന്നിൻ്റെ ചെടിയുടെ ഔഷധ വീര്യത്തെ പറ്റിയാണ് ഈ സൂക്തത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചികിത്സയായിട്ട് ബന്ധപ്പെട്ടതാണ്.